നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നവംബർ 24 തിങ്കളാഴ്ചയാണ്. വൃശ്ചികം 8. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ആത്മഹത്യാ ഭീഷണിയുമായി BLO. വില്ലേജ് ഓഫീസർ അടക്കമുള്ളവരുടെ ഗ്രൂപ്പിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് കോട്ടയം മുണ്ടക്കയം സ്വദേശി ആന്റണി. ജോലി സമ്മർദ്ദം താങ്ങാനാകുന്നില്ലെന്ന് ഓഡിയോ സന്ദേശം. സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് ഇന്ന് ചുമതലയേൽക്കും. രാഷ്ട്രപതി ഭവനിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുക്കും. കേന്ദ്രമന്ത്രിമാർ, മറ്റ് സുപ്രീം കോടതി ജഡ്ജിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ളവരുടെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ജാമ്യാപേക്ഷ പരിഗണിക്കുക ജസ്റ്റിസ് അരവിന്ദ് കുമാർ അധ്യക്ഷനായ ബെഞ്ച്. കലാപമുണ്ടാക്കാൻ പ്രതികൾക്ക് പണം ലഭിച്ചെന്ന ആരോപണം ഡൽഹി പോലീസ് ഉന്നയിച്ചിരുന്നു. ഹിസ്ബുള്ള നേതാവ് അലി തബ്തായിയെ വധിച്ചെന്ന് ഇസ്രയേൽ. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂത്തിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ തബ്തായിയെ കൊലപ്പെടുത്തിയെന്ന് ഇസ്രയേൽ വാദം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ഇന്ന്. വരണാധികാരിക്ക് നോട്ടീസ് നൽകാനുള്ള സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3-ന് അവസാനിക്കും. വിമത ഭീഷണിയുള്ള സ്ഥാനാർത്ഥികളെ അനുനയിപ്പിച്ച് പത്രിക പിൻവലിക്കാനുള്ള അവസാനഘട്ട ശ്രമത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ. കാലിക്കറ്റ് സർവകലാശാല VC നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർ പുറത്തിറക്കിയ വിജ്ഞാപനം ചോദ്യം ചെയ്ത് സർക്കാർ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. വിജ്ഞാപനം ഇറക്കാൻ ഗവർണർക്ക് അധികാരമില്ലെന്ന് സർക്കാർ. തെക്കൻ കേരളത്തിലും മധ്യകേരളത്തിലും ശക്തമായ മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട്. മലയോര മേഖലകളിൽ മഴ കനത്തേക്കും. നോക്കാമിനി കേരളത്തിലെ ചില പ്രധാന വാർത്തകൾ. കൊച്ചിയിൽ വൻ ലഹരിവേട്ട. എറണാകുളം മട്ടമ്മലിൽ നിന്ന് 2 കോടി രൂപയുടെ ഹാഷിഷ് ഓയിൽ പിടികൂടി. എക്സൈസ് എൻഫോഴ്സ്മെന്റ് 4 പേരെ അറസ്റ്റ് ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി ഉടുമ്പൻചോലയിൽ കോൺഗ്രസിനോട് ഇടഞ്ഞ് മുസ്ലിം ലീഗ്. 2 പഞ്ചായത്തുകളിലെ 3 വാർഡുകളിൽ മുസ്ലിം ലീഗ് തനിച്ചു മത്സരിക്കും. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ 2.5 മണിക്കൂറോളം ഗതാഗതക്കുരുക്കിൽപ്പെട്ട ട്രാവലറിലെ യാത്രക്കാരി കുഴഞ്ഞു വീണു. കനത്ത മഴയും വാഹനാപകടവും കാരണമാണ് ഗതാഗതക്കുരുക്ക് രൂപപ്പെട്ടത്. നിയന്ത്രണം വിട്ട കാർ ഓടയിലേക്ക് മറിഞ്ഞായിരുന്നു അപകടം. എറണാകുളം ഇലഞ്ഞിയിൽ ഇടിമിന്നലേറ്റ് വീടിന് കേടുപാട്. ഇലഞ്ഞി സ്വദേശി സാവിത്രി ഗോപാലകൃഷ്ണന്റെ വീടിനാണ് ഇടിമിന്നലേറ്റത്. വീട്ടിലെ 2 മുറികളുടെ ഭിത്തി പൂർണ്ണമായും തകർന്നു. തൃശൂർ വാരാക്കര പുളിഞ്ചോട്ടിൽ മദ്യലഹരിയിൽ മകൻ അച്ഛനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ പുളിഞ്ചാട് സ്വദേശി ഗോപാലിനെ തൃശൂരിലെ ദയാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മകൻ ബിനേഷിനെ വരന്തരപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തു. NCC ദിനാചരണത്തിന്റെ ഭാഗമായി കേരള ഗേൾസ് ബറ്റാലിയൻ NCCയുടെ ആഭിമുഖ്യത്തിൽ GTC കോഴിക്കോട് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. NCC കേഡറ്റുമാരിൽ രക്തദാന ബോധവൽക്കരണവും സാമൂഹിക അവബോധവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടി. 2 ഓഫീസർമാർ, 10 PI സ്റ്റാഫ്, 65 കേഡറ്റുമാർ എന്നിവർ ക്യാമ്പിൽ പങ്കെടുത്തു. കാസർഗോഡ് ഹനാൻ ഷായുടെ സംഗീത പരിപാടിക്കിടെ തിക്കും തിരക്കും. സംഘർഷാവസ്ഥ കണക്കിലെടുത്താണ് പരിപാടി അവസാനിപ്പിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. കുഴഞ്ഞു വീണ ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റി. തൃശൂർ വടക്കാഞ്ചേരിയിൽ മഴയിൽ നിയന്ത്രണം വിട്ട ബസ് മരത്തിലിടിച്ച അപകടം. 12 പേർക്ക് പരിക്ക്. നോക്കാമിനി പ്രധാന അറിയിപ്പുകൾ. മഴ തുടരുന്ന സാഹചര്യത്തിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണം. അടിമാലി കല്ലാർ റോഡ് താൽക്കാലികമായി അടച്ചു. മൂന്നാർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കല്ലാർകുട്ടി റോഡ് വഴി തിരിച്ചുവിട്ടു. ആലുവയിൽ ഇന്ന് കുടിവെള്ള വിതരണം മുടങ്ങും. ആലുവ നഗരത്തിൽ പൂർണ്ണമായും, കീഴ്മാട്, ചൂർണിക്കര പഞ്ചായത്തുകളിൽ ഭാഗികമായും കുടിവെള്ളം മുടങ്ങും. വിതരണ ശൃംഖലയിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാലാണ് നിയന്ത്രണം. തിരുവനന്തപുരം തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിൽ സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപകരുടെ ഒഴിവ്. കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ ഗസ്റ്റ് അധ്യാപകരുടെ പാനലിൽ ഉൾപ്പെട്ടവർക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാം. അഭിമുഖം ഡിസംബർ 1-ന് ഉച്ചയ്ക്ക് 1 മണിക്ക് കോളേജ് ഓഫീസിൽ. തൃശൂർ, കൊരട്ടി, കൂട്ടാലപ്പാടം തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ന് വൈദ്യുതി മുടങ്ങും. നിയന്ത്രണം രാവിലെ 8 മുതൽ വൈകിട്ട് 5 മണി വരെ.
ദേശീയ ക്ഷീരദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്നും നാളെയും മിൽമ പത്തനംതിട്ട ഡയറി പൊതുജനങ്ങൾക്ക് സന്ദർശിക്കാം. രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് സന്ദർശനം. ആലപ്പുഴ, ഹരിപ്പാട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് നടത്തുന്ന ഡിജിറ്റൽ ക്രോപ്പ് സർവേ പ്രോഗ്രാമിലേക്ക് ചിങ്ങോലി കൃഷിഭവൻ സർവേ വോളണ്ടിയർമാരെ നിയമിക്കുന്നു. പഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വിളകൾ, കൃഷിയിടങ്ങൾ എന്നിവയുടെ ഫോട്ടോ വിവരങ്ങൾ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ് സർവേ. തൃശൂർ കണ്ടശ്ശാംകടവ് ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊമേഴ്സ് ജൂനിയർ അധ്യാപകന്റെ ഒഴിവ്. അഭിമുഖം ഡിസംബർ 5 രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ. തൃശൂരിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വടക്കഞ്ചേരി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ സൗജന്യ സോളാർ സബ്സിഡി രജിസ്ട്രേഷൻ ക്യാമ്പും സോളാർ ലോൺ മേളയും നടത്തുന്നു. ഇന്ന് രാവിലെ 10 മണി മുതലാണ് മേള. കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലെ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിൽ തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. മേള ഇന്ന് രാവിലെ 10:30. തിരുവനന്തപുരം മാറിവാനിയസ് കോളേജിൽ ഫ്രഞ്ച് ഭാഷാ അധ്യാപകന്റെ ഒഴിവ്. വാക്കിൻ ഇന്റർവ്യൂ ഡിസംബർ 6 രാവിലെ 10 മണിക്ക് കോളേജ് ഓഫീസിൽ നടക്കും. നിയമനം കരാർ അടിസ്ഥാനത്തിൽ. കൊച്ചി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിന്റെ ലൈബ്രറി ആൻഡ് ഡോക്യുമെന്റേഷൻ സെന്ററിൽ യങ് പ്രൊഫഷണലിന്റെ താൽക്കാലിക ഒഴിവ്. ഡിസംബർ 3 ഗൂഗിൾ ഫോം വഴി ഓൺലൈനായി അപേക്ഷ നൽകാം. നോക്കാം ഇനി ദേശീയ വാർത്തകൾ. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കെതിരെ നിലപാട് കടുപ്പിക്കാൻ ഇന്ത്യ. ഭീകരവാദത്തിനെതിരെ ഇറ്റലിയുമായി സംയുക്ത നീക്കം നടത്തും. UN രക്ഷാസമിതി പരിഷ്കരണം അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദക്ഷിണാഫ്രിക്കയിൽ G20 ഉച്ചകോടിയോടനുബന്ധിച്ച് ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക രാഷ്ട്ര നേതാക്കളുമായി സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിഭജനത്തെ തുടർന്ന് പാകിസ്ഥാന്റെ ഭാഗമായ സിന്ധ് പ്രദേശം ഭാവിയിൽ ഇന്ത്യയുടെ ഭാഗമായി തീരുമെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. മുസ്ലിം മതവിശ്വാസികൾ സംസം ജലം പോലെ പുണ്യമായാണ് സിന്ധു നദീജലത്തെ കാണുന്നതെന്നും രാജ്നാഥ് സിംഗ്. പരാമർശം ഡൽഹിയിൽ നടന്ന പരിപാടിയിൽ. തമിഴ്നാട്ടിൽ അണ്ണാ-DMK ഒരുമിക്കണമെന്ന് ആവർത്തിച്ച് മുൻ മുഖ്യമന്ത്രി ഒ പനീർശെൽവം. ഒരുമിച്ച് നിൽക്കണമെന്നാണ് ജനങ്ങളുടെ ആഗ്രഹമെന്നും ഒ പനീർശെൽവം. TVK അധ്യക്ഷൻ വിജയിയെ പരിഹസിച്ച് DMK MP ജഗത് രക്ഷകൻ. വിജയ് ചെറിയ കുട്ടിയാണെന്നും പറയുന്നതൊന്നും ആരും കാര്യമായി എടുക്കേണ്ട എന്നും പരിഹാസം. പഴയ പെൻഷൻ പദ്ധതി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട്ടിൽ പ്രക്ഷോഭം. അധ്യാപകരും സർക്കാർ ജീവനക്കാരുമാണ് ചെന്നൈയിൽ റാലി നടത്തിയത്. കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീം നിർത്തലാക്കണമെന്ന് ആവശ്യം. പുതിയ തൊഴിൽ നിയമത്തിനെതിരെ തമിഴ്നാട്ടിൽ സമരം പ്രഖ്യാപിച്ച സംഘടനകൾ. അടുത്ത മാസം 8 പ്രതിഷേധം സംഘടിപ്പിക്കും. CPIM, CPI, VCK പാർട്ടികളാണ് സമരം പ്രഖ്യാപിച്ചത്. അണ്ണാ-DMK എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ജനറൽ കമ്മിറ്റിയും അടുത്ത മാസം 10 ചേരുമെന്ന് ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി. ചെന്നൈ വാനനഗരത്താണ് യോഗം സംഘടിപ്പിക്കുക. തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയാകും. ഉത്തർപ്രദേശിലെ ഹത്രാസിൽ വിവാഹം കഴിക്കാൻ നിർബന്ധിച്ച വയോധികയെ കൊലപ്പെടുത്തി 45-കാരൻ. കൊല്ലപ്പെട്ടത് 60-കാരിയായ പശ്ചിമബംഗാൾ സ്വദേശി ജോഷിന. ആഗ്രയിലെ താജ്ഗഞ്ച് സ്വദേശി ഇമ്രാൻ അറസ്റ്റിൽ. തമിഴ്നാട്ടിൽ ശക്തമായ മഴ. തൂത്തുക്കുടി മേഖലയിൽ വെള്ളക്കെട്ട് അതിരൂക്ഷം. മുതിർന്ന നേതാവ് വിനയ് കുമാറിനെ ഹിമാചൽ പ്രദേശ് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാക്കി ഹൈക്കമാൻഡ്. സംസ്ഥാനത്തെ ഡെപ്യൂട്ടി സ്പീക്കറും ശ്രീരേണുകാജി മണ്ഡലത്തിൽ നിന്നുള്ള MLA-യുമാണ്. US വിസ ലഭിക്കാത്തതിന്റെ പേരിൽ വനിതാ ഡോക്ടർ ജീവനൊടുക്കി. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലെ രോഹിണിയെയാണ് ഹൈദരാബാദിലെ ഫ്ളാറ്റിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. നോക്കാമിനി രാജ്യാന്തര വാർത്തകൾ. ഹിസ്ബുല്ലയ്ക്ക് മുന്നറിയിപ്പുമായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ലെബനനിൽ ഹിസ്ബുല്ലയെ പുനഃസംഘടിപ്പിക്കുന്നത് തടയാൻ ആവശ്യമായതെല്ലാം ചെയ്യുമെന്നാണ് നെതന്യാഹുവിന്റെ പ്രഖ്യാപനം. ഗസയിൽ ആക്രമണം തുടർന്ന് ഇസ്രയേൽ. 2 ദിവസത്തിനിടെ മാത്രം കൊല്ലപ്പെട്ടത് 24 പേർ. ഇസ്രയേൽ ആവശ്യമായ മാനുഷിക സഹായങ്ങൾ കടത്തിവിടുന്നില്ല എന്നും റിപ്പോർട്ട്. 44 ദിവസത്തിനിടെ 497 തവണ ഇസ്രയേൽ സമാധാന കരാർ ലംഘിച്ചതായി റിപ്പോർട്ട്. ആക്രമണങ്ങളിൽ കുട്ടികളും സ്ത്രീകളും അടക്കം 100 കണക്കിന് പലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഇസ്രയേൽ ആക്രമണത്തിൽ പലസ്തീനികളുടെ മരണനിരക്ക് കൂടുമെന്ന് മുന്നറിയിപ്പുമായി UN. വെസ്റ്റ് ബാങ്കിൽ നടക്കുന്ന ആക്രമണങ്ങൾ വൻതോതിൽ വർദ്ധിച്ചുവെന്ന് നിരീക്ഷണം. ഗസയിൽ അക്രമങ്ങൾക്കിടെ ഹമാസ് സംഘം ഈജിപ്തിൽ.
ഖാലിദ് അൽ ഹയ്യയുടെ നേതൃത്വത്തിലുള്ള സംഘം തുടർ ചർച്ചകൾ നടത്തും. മധ്യസ്ഥ രാജ്യങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ കരാർ തകരുമെന്ന് ഹമാസ്. ഗസയിൽ നിന്നും ഹമാസ് മോചിപ്പിച്ച ബന്ദികൾക്ക് സ്വീകരണം നൽകി വൈറ്റ് ഹൌസ്. US പ്രസിഡന്റുമായി ഇവർ കൂടിക്കാഴ്ച നടത്തി. ഇസ്രയേലിൽ 20 ദശലക്ഷം ആളുകൾ മാനസിക സംഘർഷം നേരിടുന്നുവെന്ന് വിദഗ്ധർ. ഗസയിൽ ആക്രമണം തുടങ്ങിയതിനു ശേഷം മാനസികാരോഗ്യ വിദഗ്ധരുടെ സേവനം തേടുന്നവരുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചെന്ന് റിപ്പോർട്ട്. യമനിലെ ഹൂതി കോടതി 17 പേർക്ക് വധശിക്ഷ വിധിച്ചു. നടപടി മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടി ചാരപ്പണി നടത്തിയെന്ന കുറ്റത്തിന്. പ്രതിരോധ സഹകരണം ശക്തമാക്കാൻ ബഹ്റൈനും UAEയും കരുത്ത് വിളിച്ചോതി സംയുക്ത സൈനികാഭ്യാസം പൂർത്തിയായി. ബഹ്റൈൻ റോയൽ എൻഫോഴ്സിന്റെ ഒരു യൂണിറ്റ് UAE പ്രസിഡന്റിന്റെ പേര് നൽകിയിട്ടുണ്ട്. യുക്രൈനുമേൽ സമ്മർദ്ദം ചെലുത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉടനടി റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിച്ച് തീരുമാനം അറിയിക്കണമെന്ന് ട്രംപിന്റെ അന്ത്യശാസനം. പൗരത്വ നിയമം പരിഷ്കരിക്കാൻ കാനഡ പുതുതായി അവതരിപ്പിക്കുന്ന ബിൽ C-3 ആണ് പൗരത്വവുമായി ബന്ധപ്പെട്ടുള്ള ദീർഘകാല പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നത്. റഷ്യൻ അധിനിവേശം അവസാനിപ്പിക്കാൻ US നിർദ്ദേശിച്ച സമാധാന പദ്ധതികളെക്കുറിച്ച് പാശ്ചാത്യ രാജ്യങ്ങളുമായി ചർച്ച ആരംഭിച്ചതായി യുക്രൈൻ. UK, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങളുടെ സുരക്ഷാ ഉപദേഷ്ടാക്കളുമായി ആദ്യഘട്ട കൂടിക്കാഴ്ച നടത്തിയെന്ന് യുക്രൈൻ പ്രതിനിധി സംഘം തലവൻ ആൻഡ്രി യെർമാക്. റഷ്യയിലെ പവർ സ്റ്റേഷനിൽ ഡ്രോൺ ആക്രമണം നടത്തി യുക്രൈൻ. ആക്രമണം റഷ്യ-യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ US-ന്റെ മധ്യസ്ഥതയിൽ സമാധാന ശ്രമങ്ങൾ തുടരുന്നതിനിടെ ആണവ കേന്ദ്രങ്ങളിൽ അന്താരാഷ്ട്ര പരിശോധനകൾ നടത്താൻ അനുവദിക്കുന്ന കരാറിൽ നിന്ന് പിന്മാറി ഇറാൻ. തീരുമാനം ഇസ്രയേൽ ആക്രമണം നടത്തിയ ആണവ കേന്ദ്രങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് വിവരങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ നിരീക്ഷണ ഏജൻസി ആവശ്യപ്പെട്ടതിന് പിന്നാലെ. സൗദിയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പാലം ഗതാഗത യോഗ്യം. കിഴക്കൻ പ്രവിശ്യയിലെ തീരദേശ മേഖലയെ ബന്ധിപ്പിക്കുന്ന പാലത്തിന് 3 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. ജോലി ചെയ്തിരുന്ന ഹോട്ടലിലെ താമസക്കാരുടെ സ്വകാര്യ ദൃശ്യങ്ങൾ രഹസ്യമായി ചിത്രീകരിക്കുന്നതിനിടെ പിടിയിലായ മലയാളി യുവാവിനെ നാട് കടത്തിയേക്കും. നോർത്തേൺ അയർലൻഡിൽ കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിലാണ് മലയാളിയും 37-കാരനുമായ നിർമ്മൽ വർഗീസ് പിടിയിലായത്. യുക്രൈനെതിരെ ആഞ്ഞടിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുക്രൈൻ നന്ദിയില്ലാത്ത രാജ്യമെന്ന് ട്രംപിന്റെ ആക്ഷേപം. ഇന്ത്യയുമായി വിവിധ മേഖലകളിൽ കൈകോർക്കാൻ ജപ്പാൻ പ്രധാനമന്ത്രി തക്കൈച്ചി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കമുള്ള മേഖലകളിൽ സംയുക്ത പദ്ധതികൾ കൊണ്ടുവരുമെന്ന് സൂചന. നേപ്പാളിലെ ജൻസി പ്രക്ഷോഭത്തിൽ മുൻ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയെ ചോദ്യം ചെയ്യും. ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനാണ് ഒലിയെ ചോദ്യം ചെയ്യുക. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച വാർത്തകൾക്കെതിരെ ഫ്രഞ്ച് നാവികസേന. ഇന്ത്യൻ റഫാൽ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടെന്നും പാക് വ്യോമസേന ഏറെ മികച്ചതാണെന്നും ഒരു ഫ്രഞ്ച് ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചു എന്ന വാദത്തിനെതിരെയാണ് നാവികസേന രംഗത്തെത്തിയത്. കുവൈത്തിൽ വിദേശികളുടെ താമസ നിയമത്തിൽ പുതിയ ഭേദഗതികൾ. സന്ദർശക വിസയിൽ രാജ്യത്തെത്തുന്ന പ്രത്യേക വിഭാഗങ്ങൾക്ക് സ്ഥിരം താമസ രേഖയിലേക്ക് മാറാൻ അനുമതി. സന്ദർശക വിസയിലെത്തുന്ന ഗാർഹിക തൊഴിലാളികൾക്കും ഭേദഗതികൾ ബാധകം. ഒമാനിൽ പ്രവാസി റിക്രൂട്ട്മെന്റിന് പുതിയ സംവിധാനം. അസോസിയേഷൻ ഓഫ് എക്സ്പാട്രിയേറ്റ് വർക്കർ റിക്രൂട്ട്മെന്റ് ഓഫീസിന്റെ മേൽനോട്ടത്തിലായിരിക്കും നിയമനങ്ങൾ നടക്കുക. DXE വ്യാപാര രഹസ്യ കേസിൽ TCSനെതിരെ $194 മില്യൺ നഷ്ടപരിഹാരം ഉത്തരവിട്ട് US കോടതി. വ്യാപാര രഹസ്യങ്ങൾ ദുരുപയോഗം ചെയ്തുവെന്ന കുറ്റത്തിന് കഴിഞ്ഞ വർഷമാണ് TCSനെതിരെ നടപടി സ്വീകരിച്ചത്. മൊബൈൽ സേവനങ്ങൾക്കായി 6 GHz ബാൻഡിൽ സ്പെക്ട്രം അനുവദിക്കണമെന്ന റിലയൻസ് ജിയോയുടെയും വോഡഫോൺ ഐഡിയയുടെയും ആവശ്യത്തെ എതിർത്ത് US കമ്പനികൾ. വൈഫൈ സേവനങ്ങൾക്ക് പകരം 6 GHz ബാൻഡ് മുഴുവൻ അനുവദിക്കണമെന്ന് ആപ്പിൾ, ആമസോൺ, സിസ്കോ, മെറ്റ, HP, ഇന്റൽ കോർപ്പറേഷൻ എന്നിവർ ആവശ്യപ്പെട്ടു. മാരിക്കോയുടെ ഡിജിറ്റൽ ബ്രാൻഡുകൾ വാർഷിക ആവർത്തന വരുമാനം 1000 കോടി രൂപ കടന്നു. ഇന്ത്യയിലെ വരുമാനത്തിന്റെ 25% ഭക്ഷണ, പ്രീമിയം, പേഴ്സണൽ കെയർ മേഖലകളിൽ നിന്നായിരിക്കുമെന്ന് മാരിക്കോയുടെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ സൗഗത ഗുപ്ത. നോക്കാം ഇനി കായിക വാർത്തകൾ. ഗുവാഹത്തി ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 1-ാം ഇന്നിംഗ്സ് ലീഡ് ലക്ഷ്യമിട്ട് ടീം ഇന്ത്യ ഇന്നിറങ്ങും. 3-ാം ദിനം ഇന്ത്യ ബാറ്റിംഗ് പുനരാരംഭിക്കുക. വിക്കറ്റ് നഷ്ടമില്ലാതെ 9 റൺസ് എന്ന നിലയിൽ.
ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ KL രാഹുൽ നയിക്കും. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും സ്ഥാനം നിലനിർത്തിയപ്പോൾ ഋഷഭ് പന്തും രവീന്ദ്ര ജഡേജയും ഋതുരാജ് ഗെയ്ക്വാദും തിരിച്ചെത്തി. അടുത്ത വർഷത്തെ 2020 ലോകകപ്പിന്റെ മത്സരക്രമവും വേദികളും നാളെ പ്രഖ്യാപിക്കും. നാളെ വൈകിട്ട് 6:30-ക്കാണ് പ്രഖ്യാപനം. ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണ് ലോകകപ്പ്. ഓസ്ട്രേലിയയ്ക്ക് ആശങ്കയായി പേസർ ജോഷ് ഹേസൽവുഡിന്റെ പരിക്ക് മൂലം ഹേസൽവുഡിന് ആഷസ് പരമ്പര പൂർണ്ണമായും നഷ്ടമാകുമെന്ന് റിപ്പോർട്ടുകൾ. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് കാലിക്കറ്റ് FC മലപ്പുറം FC പോരാട്ടം. മത്സരം രാത്രി 7:30 കോഴിക്കോട് EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ. സൂപ്പർ ലീഗ് കേരളയിൽ 7 തുടർ തോൽവികൾക്ക് ശേഷം തകർപ്പൻ ജയവുമായി ഫോഴ്സ കൊച്ചി FC. 8ാം റൗണ്ടിലെ 2ാം മത്സരത്തിൽ കണ്ണൂർ വാരിയേഴ്സ് FC 1-നെതിരെ 4 ഗോളുകൾക്കാണ് തകർത്തത്. കരിയറിലെ 954-ാമത്തെ ഗോൾ സ്വന്തമാക്കി ക്രിസ്ത്യാനോ റൊണാൾഡോ. 895 ഗോളുമായി അർജന്റീനിയൻ ഇതിഹാസം ലിയോണൽ മെസ്സിയാണ് ഗോൾ വേട്ടയിൽ 2ാമത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ടോട്ടനം ഹോട്ട്സ്പറിനെ തകർത്ത ആഴ്സണൽ. എബറച്ചി എസ്സയുടെ ഹാട്രിക് മികവിൽ 1 ഗോളിനെതിരെ 4 ഗോളുകൾക്കാണ് വിജയം. റിയൽ ബെറ്റീസുമായി കരാർ പുതുക്കി സ്പാനിഷ് സൂപ്പർ താരം ഇസ്കോ. 2028 ജൂൺ വരെയാണ് പുതിയ കരാർ. ബാഴ്സലോണയുടെ സൂപ്പർ താരം റോബർട്ട് ലെവൻഡോസ്കിയെ പുകഴ്ത്തി കോച്ച് ഹൻസി ഫ്ലിക്ക്. കഴിഞ്ഞ പതിറ്റാണ്ടിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കർ ലെവൻഡോസ്കിയാണെന്ന് പ്രതികരണം. പ്രീമിയർ ലീഗ് പോരാട്ടത്തിൽ ആസ്റ്റൺ വില്ലയ്ക്ക് ജയം. ലീഡ്സ് യുണൈറ്റഡിനെ തകർത്തത് 1-നെതിരെ 2 ഗോളുകൾക്ക്. എറിക് ഗാർസിയ ബാഴ്സലോണയിൽ തുടരുമെന്ന സൂചന നൽകി പരിശീലകൻ ഹാൻസി ഫ്ലിക്ക്. കരാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുന്നുവെന്നും താരം മികച്ച ഫോമിലാണ് കളിക്കുന്നതെന്നും ഫ്ലിക്ക്. ക്രെമോണീസിനെതിരെ 3-1 തകർപ്പൻ വിജയം നേടിയ AS റോമ സീരിയ A പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്ത്. സ്റ്റാബിറ്റിയോ ജിയോവന്നി സിനിയിൽ നടന്ന മത്സരത്തിൽ മാറ്റിയസ് സൗലെ, ഇവാൻ ഫെഗൂസൻ, വെസ്ലി എന്നിവർ റോമയ്ക്കായി ഗോളുകൾ സ്വന്തമാക്കി. വിരമിക്കൽ സൂചന തള്ളി ഫ്രഞ്ച് സൂപ്പർ താരം പോൾ പോഗ്ബ. ഫുട്ബോൾ കളിക്കുന്നതാണ് സന്തോഷമെന്നും അത് അവസാനിപ്പിച്ചിട്ടില്ല എന്നും പോഗ്ബ. കൂച്ച് ബെഹാർ ട്രോഫിയിൽ സൗരാഷ്ട്രയ്ക്കെതിരെ കേരളത്തിന് ബാറ്റിംഗ് തകർച്ച. ആദ്യ ഇന്നിംഗ്സിൽ 110 റൺസിന് കേരള പുറത്തായി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ സൗരാഷ്ട്ര ആദ്യ ദിവസം കളി നിർത്തുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 63 റൺസ് എന്ന നിലയിലാണ്. ലാലിഗയിൽ റയൽ മാഡ്രിഡ് സമനിലക്കുരുക്കിൽ. എൽഷയുമായുള്ള മത്സരം 2 ഗോളുകൾ വീതം സമനിലയിൽ പിരിഞ്ഞു. നോക്കാമിനി കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. ഷാജി കൈലാസും ജോജു ജോർജും ആദ്യമായി ഒന്നിക്കുന്ന ബിഗ് ബജറ്റ് ചിത്രം വരവിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായി. മൂന്നാർ, മറയൂർ, തേനി, വാഗമൺ, കോട്ടയം എന്നീ ലൊക്കേഷനുകളിലായി 72 ദിവസങ്ങൾ കൊണ്ടാണ് ചിത്രീകരണം പൂർത്തിയായത്. അടുത്ത വർഷം ആദ്യം ചിത്രം തിയേറ്ററുകളിലെത്തും. ബുക്ക് മൈ ഷോയിൽ ഇന്ത്യയിൽ നമ്പർ 1 കളക്ഷനുമായി എക്കോ. ആദ്യ 2 ദിനങ്ങളിൽ നേടിയത് 2 കോടിയോളം രൂപ. സുന്ദർ സി പിന്മാറിയതിനെ തുടർന്ന് രജനീകാന്ത് കമൽഹാസൻ ചിത്രം ആരായിരിക്കും സംവിധാനം ചെയ്യാൻ പോകുന്നതെന്ന ചർച്ചകൾ സജീവം. പാർക്കിംഗ് എന്ന ചിത്രത്തിലൂടെ ദേശീയ പുരസ്കാര ജേതാവായ രാംകുമാർ ബാലകൃഷ്ണൻ രജനിയോട് കഥ പറഞ്ഞുവെന്നും ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ. നിതിലൻ സ്വാമിനാഥന്റെ പേരും പരിഗണനയിലുണ്ടെന്ന് സൂചന. നോക്കാമിനി ഫാക്ട് ചെക്ക്. ഇന്ത്യ പാക് സംഘർഷങ്ങൾക്കിടെയുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഐശ്വര്യ റായ് ചോദ്യങ്ങൾ ഉന്നയിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജം. പുട്ടപർത്തിയിൽ നടന്ന സത്യസായി ബാബയുടെ ജന്മശതാബ്ദി ആഘോഷത്തിൽ ഐശ്വര്യ റായ് നടത്തിയ പ്രസംഗമാണ് വ്യാജമായി പ്രചരിപ്പിക്കുന്നത്. നോക്കാമിനി ലേറ്റസ്റ്റ് ന്യൂസ്. വ്യാപാര കരാറുകൾ പുനരാരംഭിക്കാൻ തീരുമാനിച്ച് ഇന്ത്യയും കാനഡയും. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി വ്യാപാരം $50 ബില്യൺ ആക്കാനുള്ള ചർച്ചകളും നടന്നു. ലിത്വാനിയയിലെ വിൽനിയസ് വിമാനത്താവളം വീണ്ടും തുറന്നു. വ്യോമാതിർത്തിയിലേക്ക് അനിയന്ത്രിതമായി ബലൂണുകൾ എത്തിയതിനെ തുടർന്നായിരുന്നു വിമാനത്താവളം ഇന്നലെ അടച്ചത്. വടക്കൻ നൈജീരിയയിൽ തട്ടിക്കൊണ്ടുപോയ 50 വിദ്യാർത്ഥികൾ അക്രമി സംഘത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങിയെത്തി. 253 കുട്ടികളും 12 ജീവനക്കാരും ഇപ്പോഴും സംഘത്തിന്റെ പിടിയിൽ. പിടിയിലായവരെ ഉടൻ മോചിപ്പിക്കണമെന്ന് മാർപ്പാപ്പ.
യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള ചർച്ചകളിൽ കാര്യമായ പുരോഗതിയെന്ന് അമേരിക്ക. യുക്രൈനുള്ള സുരക്ഷാ ഗ്യാരണ്ടിയിൽ ഇനിയും തീരുമാനമായില്ല. ഇതുവരെ നൽകിയ പിന്തുണയ്ക്ക് അമേരിക്കയ്ക്കും ട്രംപിനും നന്ദി പറഞ്ഞ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി. വെടിനിർത്തൽ ലംഘിച്ച് ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രയേലിന്റെ വ്യോമാക്രമണം. ആക്രമണത്തിൽ ഹിസ്ബുള്ള ചീഫ് ഓഫ് സ്റ്റാഫ് ഹൈക്കം അലി തബാതബി അടക്കം 5 പേർ കൊല്ലപ്പെട്ടു. 20ഓളം പേർക്ക് പരിക്കേറ്റു. നോക്കാമിനി ഇപ്പോൾ കിട്ടിയത്. കോട്ടയത്ത് ആത്മഹത്യാ ഭീഷണി മുഴക്കിയ BLOയെ അനുനയിപ്പിക്കാൻ നീക്കം. ഉന്നത ഉദ്യോഗസ്ഥർ വിഷയത്തിൽ ഇടപെടും. സമ്മർദ്ദം താങ്ങാനാവുന്നില്ലെന്നും ആത്മഹത്യയുടെ വക്കിലാണെന്നും മുണ്ടക്കയം 110-ാം ബൂത്തിലെ BLO ആന്റണിയുടെ പേരിലുള്ള ശബ്ദ സന്ദേശമാണ് ഇന്നലെ പുറത്തുവന്നത്. തമിഴ്നാട്ടിൽ ശക്തമായ മഴ. 11 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തെങ്കാശി, തിരുനെൽവേലി ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. എറണാകുളം മട്ടുമ്മലിലെ ഹോട്ടലിൽ നിന്ന് 2 കോടിയുടെ ഹാഷിഷ് ഓയിൽ പിടിച്ചെടുത്ത സംഭവത്തിൽ സംഘത്തിലെ പ്രധാനിക്ക് വേണ്ടി തെരച്ചിൽ തുടങ്ങി എക്സൈസ് എൻഫോഴ്സ്മെന്റ്. അറസ്റ്റിലായ 4 പേരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.